السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ സൂറത്തുൽ മുൽക്ക് 19-ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തജ്വീദോടുകൂടി, ഈണത്തോടുകൂടി, നല്ല സ്വരത്തിൽ അത്രയും ആയത്തുകൾ നോക്കി ഓതാൻ പഠിച്ചവരും ഇതേ രീതിയിൽ തന്നെ ഇത്രയും ആയത്തുകൾ കാണാതെ പഠിച്ചവരും നമ്മുടെ ഈ ക്ലാസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പേരുടെയും ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇത് നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത പാഠം പഠിക്കാവുന്നതാണ്. പാഠം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. أمن هذا الذي هو جند لكم അമ്മൻ. ഇവിടെ മീമിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. അമ്മൻ. ഇവിടെ സുക്കൂറുള്ള നൂനാണ്, ഇദ്ഹാറിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ആ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കില്ല. കാരണം സുക്കൂറുള്ള നൂനിന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു എന്നതുകൊണ്ട് ആ നൂനിൻ്റെ മൂക്കിൽ മറച്ചു മണിക്കില്ല. അതിനെ ഇദ്ഹാർ ചെയ്ത് വ്യക്തമാക്കി, വെളിവാക്കി, വ്യക്തമാക്കി അതിനെ ഉച്ചരിക്കും. അമ്മൻ ഹാദല്ലദീ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുലക്കും. ഈ കാണുന്ന സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ച് മണിക്കണം. ഇഖ്ഫാഇൻ്റെ നിയമം. കാരണം സുക്കൂനുള്ള നൂനിന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായ ദാലു വന്നു എന്നതുകൊണ്ടാണ്. ജുന്ദുലക്കും. ഇവിടെ ഈ ലാമിനെ കട്ടിയാക്കണം, മണിക്കരുത്. ജുന്ദുലക്കും എന്നുച്ചരിക്കരുത്. ജുന്ദുലക്കും യൻസുറുക്കും. ഇവിടെ ഇഖ്ഫാഇൻ്റെ നിയമമാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ് വന്നു. ഇഖ്ഫാഇൻ്റെ അക്ഷരമായ സ്വാദ്
അപ്പോൾ ആ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കും. യൻസുറുക്കും, ഇവിടെ സ്വാദിനും റാ സ്വാദ് റാ ഈ രണ്ടക്ഷരങ്ങൾക്കും വമ്മ എന്ന ഹറക്കത്താണ് മുകളിലുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ സുക്കൂൻ വരരുത്. പലപ്പോഴും ഓതുന്ന സമയത്ത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. യൻസുറുക്കും എന്നടുത്ത് യൻസുർക്കും എന്ന റാക്ക് സുക്കൂൻ കൊടുത്ത് ഓതാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യൻസുറുക്കും, ഇവിടെ ഇദ്ഗാം മീം സാക്കിൻ എന്ന നിയമമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം വേറൊരു മീം വന്നപ്പോൾ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമുമായി കൂട്ടിച്ചേർത്ത് ഒരൊറ്റ മീമാക്കി ഉച്ചരിക്കുന്നു. കൂട്ടിച്ചേർത്ത് മണിച്ച് കട്ടിയാക്കി. യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ, ഇവിടെയും ഇഖ്ഫാഇന്റെ നിയമമാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഇഖ്ഫാഇന്റെ അക്ഷരമായ ദാൽ ഇവിടെ വന്നു. അപ്പോൾ സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം. റഹ്മാൻ എന്നിടത്ത് ഹായാണ് തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഹായ ശരിയായ രീതിയിൽ ഉച്ചരിക്കണം, ഇല്ലെങ്കിൽ റഹ്മാൻ ഹ ആയി പോകും. യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഇല്ലാ, ലാമിനെ കട്ടിയാക്കുക, മണിക്കരുത്, കട്ടിയാക്കുക. ഇല്ലാ ഫീ ഗുറൂർ, ഗൈൻ. ഇനി ആയത്ത് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമ്മൻ ഹാദല്ലദീ ഹുവ ജൂദുൽ ലക്കും. أمن هذا الذي هو جند لكم ينصركم من دون الرحمن ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഇവിടെ ശ്രദ്ധിക്കണം, നൂനിൽ നിന്നും നേരെ റായിലോട്ട് ചാടണം. മുമ്പുള്ള അലിഫോ ലാമോ ഉച്ചരിക്കരുത്. റായ മണിക്കാൻ പാടില്ല, കട്ടിയാക്കുക മാത്രമാണ് അവിടെ ചെയ്യേണ്ടത്. മിൻ ദൂനിർ റഹ്മാൻ എന്ന് വേണം ഉച്ചരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ പാഠം 20-ാമത്തെ ആയത്താണ് നമ്മുടെ ഇന്നത്തെ പാഠം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.